ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്ത അജിത് അഗാർക്കറിനോടും രോഹിത് ശർമ്മയോടും എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സഞ്ജുവിനെ എന്തിന് നിങ്ങൾ ഒഴിവാക്കി? മികച്ച ആയതുകൊണ്ടല്ലേ അയാളെ ഒഴിവാക്കിയത്? എന്താണ് കാരണം? ലാസ്റ്റ് ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച്, അതെവിടെ? സൗത്ത് ആഫ്രിക്കയിൽ. ഒരു ഇന്ത്യൻ താരം സൗത്ത് ആഫ്രിക്കയിൽ പോയി സെഞ്ചുറി അടിച്ച് എത്ര ഇന്ത്യൻ താരങ്ങളുണ്ട് ഇപ്പോൾ ഈ സെലക്ട് ചെയ്ത ടീമിൽ? ചാമ്പ്യൻസ് ട്രോഫിയിൽ തിരഞ്ഞെടുത്തവരിൽ എത്ര പേരുണ്ട്? എന്തിന് നിങ്ങൾ എപ്പോഴും ഈ പന്തിനെ തിരഞ്ഞെടുക്കുന്നു? പന്തില്ലേൽ എന്നാ? പന്തിനെ കഴിഞ്ഞ് എത്രയോ മികച്ച കളിക്കാരനാണ് സഞ്ജു. പന്തിന് എന്തുമാത്രം അവസരം കൊടുത്ത് വേൾഡ് കപ്പ് പോയി കളിച്ചു. എന്താണ് പന്തിൻ്റെ സംഭാവന അതിനകത്ത്? എന്ത് കളിയാണ് പന്ത് കളിച്ചത്? പരാജയപ്പെട്ടു. ടെസ്റ്റ് കളിച്ച് പരാജയപ്പെട്ടു. പിന്നെയും പന്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നേരത്തെ ഒരു കളിയിൽ സഞ്ജു ഇങ്ങനെ പ്ലേയിങ് ഇലവനിൽ വരുമോ ഇല്ലയോ എന്ന് പോയിരിക്കുമ്പോഴത്തേക്ക് രോഹിത് ശർമ്മ പറഞ്ഞു, അത് സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തത് അത് ടീമിൻ്റെ അലൈൻമെൻറ്റിനെ ബാധിക്കും. ആ ടീം സെറ്റായി കിടക്കുവാണ്, അതുകൊണ്ട് വേറൊരാളെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാപ്റ്റൻ്റെ ഫേവറേറ്റീസസിന് വിട്ടു. സഞ്ജു വേണ്ട, പന്ത് മതി, ഞങ്ങളുടെ പൊന്നോമന കൂട്ടം പന്ത്. അഗാർക്കറിൻ്റെ പൊന്നോമന പന്ത്, കുറേ സെലക്ഷൻ കമ്മിറ്റിക്കാരുടെ പൊന്നോമന പന്ത്. ഇവിടെ നാണം കെട്ടവന്മാരെ, ഇങ്ങനെയാണോ ടീമിനെ? നിങ്ങളുടെ ഫേവറേറ്റീസം വെച്ചാണ് എടുക്കുന്നത്. എന്നോ എങ്ങാണ്ട് ടെസ്റ്റ് കളിച്ചെന്ന് പറഞ്ഞു. ഏത് സാഹചര്യത്തിൽ? അതുപോലെ തന്നെ പന്തിനെ ഏറ്റവും കൂടുതൽ പൊക്കുന്ന ഒരുത്തനാണ് ഗവാസ്കർ. സഞ്ജുവിനോട് തന്നെ ഗവാസ്കറിന് വല്ല കലിപ്പുണ്ടോ? എന്തിനാണ് ഇങ്ങനത്തെ നാറിയ പണി കാണിക്കുന്നത്? ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇത് ഇതിനെപ്പറ്റിയൊക്കെ പറയാൻ. പക്ഷെ ഞങ്ങൾ ക്രിക്കറ്റിനാണ് സ്നേഹിക്കുന്നത്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു കഴിവുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യും. ഇപ്പോൾ സഞ്ജു കളിക്കുന്നില്ല, സഞ്ജുവിനെ ടീമിൽ എടുക്കണില്ലെന്നേ. സഞ്ജു ഫോം അല്ലാത്തവൻ സഞ്ജുവിനെ ടീം എടുക്കണ്ട. സഞ്ജുവിനോട് പോയി രഞ്ജി കളിക്കാൻ പറയണം, ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ പറയണം. അല്ല, ഫോമിലുള്ള ഒരുത്തനെ കളിപ്പിക്കാതിരിക്കുന്നതോട് ഒരു ന്യായവും ഇല്ല. നിങ്ങളുടെ എന്ത് ടീം സെലക്ഷനാണ്? എത്ര നാളായി പന്തിനെ തന്നെ? പന്തില്ലേ, പന്ത് ആക്സിഡൻ്റ് ആയി കിടന്ന് പിന്നെയും പന്ത്. പന്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതില്ല. എന്താ ഋഷഭ് പന്തിന് എന്താണ് മേന്മയുള്ളത്? എത്രയോ നല്ല കളിക്കാരെയാണ് നിങ്ങൾ നിരാശപ്പെടുത്തുന്നത്. സഞ്ജുവിന് ഇത് അർഹിക്കുന്ന അവസരമല്ലേ നിങ്ങൾ നിഷേധിച്ചത്? രോഹിത് ശർമ്മ ഫോമായപ്പോൾ ഞാൻ സഞ്ജുവിനെ ആദ്യം തഴഞ്ഞ ധോനിയാണ്. ധോനി എന്താ എല്ലാ കളിയും കളിച്ച്, എല്ലാ കളിയും അങ്ങോട്ട് സഞ്ജു 10 വർഷം മുമ്പ് ടീമിൽ തിരഞ്ഞെടുത്തപ്പോൾ എല്ലാ കളിയും കളി. കാരണം എന്നാ അറിയാം, ധോനിക്കറിയാം ഇവൻ കഴിവുള്ളവനാ. ഇവനെ എങ്ങാനും കളിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവന് യങ് പ്ലെയർ ഓഫ് ദി IPL അതുകൊണ്ടാണ് അയാളെ ഇന്ത്യൻ ടീമിൽ സെലക്ട് ചെയ്തത്. അപ്പൊ ഇവനെങ്ങാനും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാം, അവനെ കടുപ്പിച്ചില്ല. അങ്ങനെ രോഹിത് ശർമ്മനെ കുറെ നാള് കീപ്പ് ചെയ്ത് വെച്ചോണ്ടിരുന്ന അവസാനം അവൻ അവസരം കൊടുത്തു. രോഹിത് ശർമ്മ പന്തിനെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? പന്ത് ഇങ്ങനെ അവസരം കൊടുക്കും. അതിന് പറ്റിയ ഒരു അഗാർക്കറും നാണയില്ല. അഗാർക്കറെ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയിലും സഞ്ജു സാംസണ് കൊടുക്കരുത്. രോഹിത് ശർമ്മയ്ക്ക് നാണയില്ലേ? അതുപോലെ തന്നെ വേൾഡ് കപ്പിന് അന്ന് പറഞ്ഞ് നിന്നെ ടീമിൽ ഉൾപ്പെടുത്തുന്നു രോഹിത് ശർമ്മ പറഞ്ഞിട്ട് പ്ലേയിങ് 11 ഇടുന്നതിൻ്റെ ഫൈനലിൻ്റെ 5 മിനിറ്റ് മുമ്പ് ആ മനുഷ്യരോട് പറഞ്ഞില്ലേ, സോറി, ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്, ഞങ്ങളുടെ ടീമിന്റെ ഘടന മാറുമെന്നൊക്കെ പറഞ്ഞു. അയാൾ എന്തുമാത്രം സന്തോഷിച്ചു. പക്ഷെ അയാൾക്കുണ്ടായ നിരാശ. നാളെ നിങ്ങളോടാ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ ക്യാപ്റ്റൻ സ്ഥാനം മാറാൻ പോവാന്ന് പറയുമ്പോൾ നല്ല വിഷമം തോന്നുന്നില്ലേ? രഞ്ജി കളിക്കാൻ അതുപോലെ തന്നെ പ്രാദേശിക ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ നല്ല വിഷമം തോന്നുന്നില്ലേ? എല്ലാവരും വിമർശിക്കുമ്പോൾ നല്ല വിഷമം തോന്നുന്നില്ലേ? അതുപോലെ ടാലന്റ് ഉള്ളവരുടെ വിഷമം നീയൊക്കെ കാണണം. അതുപോലെ തന്നെ നമ്മുടെ കരുൺ നായർ 5 സെഞ്ചുറി അടിച്ചില്ലേടാ, നാണം കേട്ടോ. എങ്കിലും എടുക്കരുത്. ഞങ്ങൾ സഞ്ജുവിനെ എടുത്തില്ല, അവനെയും എടുക്കരുതായിരുന്നു. പിന്നെ സഞ്ജുവിനെ എടുക്കാൻ വ്യക്തമായ ഒരു കാരണവുമില്ലാതെ സഞ്ജുവിനെ എടുക്കാതിരുന്ന നിങ്ങൾക്കെതിരെ അന്വേഷണം വേണം. എന്ത് മെറിറ്റ്? നിങ്ങളെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കണം. അതിനുവേണ്ടി ഒരു ടൂർണമെന്റ് കളിച്ചില്ലെന്നവൻ അയാളെ ഒഴിവാക്കാൻ നോക്കുന്നു. ഇനി തോറ്റിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം അജിത് അഗാർക്കറും രോഹിത് ശർമ്മയാണ്. ചുമ്മാ ഫോം ഇല്ലാത്ത കളിക്കാരെല്ലാം ടീമിലെടുത്ത് ഫോം ഉള്ളവരെ നശിപ്പിച്ച് കളയുന്നത്. കരുൺ നായരനെ എന്തുകൊണ്ട് എടുത്തില്ല? 5 സെഞ്ചുറി അടിച്ചാൽ പോരെ 7 കളിയിൽ നിന്ന്? അതുപോലെ തന്നെ സഞ്ജു സാംസൺ എന്തുകൊണ്ട് എടുത്തില്ല? ലാസ്റ്റ് ഏകദിനത്തിൽ അവൻ സെഞ്ചുറി അടിച്ചതല്ലേടാ, നാണം കെട്ടവന്മാരെ. സൗത്ത് ആഫ്രിക്കയിൽ പോയി ആ പയ്യൻ സെഞ്ചുറി അടിച്ചതല്ലേ, എന്നിട്ട് അവനെ എടുക്കുന്നില്ല. അവനിപ്പോൾ 30 വയസ്സായി. ഇനി എന്നാണ് അവനെ ടീമിലെടുക്കുന്നത്? നാണം കെട്ടവനെ. നിനക്കൊക്കെ റിട്ടയർഡായി പോകാറായില്ലേ രോഹിത് ശർമ്മ? 30-38 വയസ്സായില്ലേ?
എന്നിട്ട് നീയൊക്കെ എന്തിനാ ഈ പക കാണിക്കുന്നത്? ക്രിക്കറ്റ് നശിപ്പിക്കാൻ നോക്കുന്നോ? നാണം കെട്ടവന്മാരെ. വേറെ പണി